എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ ഒരു വിധി വരുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1990 ഏപ്രിൽ 4-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് ലഹരി കേസിൽ ഒരു ഓസ്ട്രേലിയൻ പൗരൻ പിടിയിലാക്കപ്പെടുന്നത്. അതിനുശേഷം ആ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായ ആന്റണി രാജു ഇടപെടുന്നു. ആന്റണി രാജു അന്ന് ഈ കോടതിയിൽ നിന്ന് ക്ലർക്കിൻ്റെ സഹായത്തോടു കൂടി ഈ തൊണ്ടി മുതൽ അപഹരിക്കുകയാണ് ചെയ്തത്. അത് ഒരു അടിവസ്ത്രമായിരുന്നു. അത് കൊണ്ടുപോയി അതിൽ വലുപ്പം വ്യത്യാസം വരുത്തുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ അത് ഇയാളുടെ അടിവസ്ത്രമല്ല, പ്രതിയുടെ അടിവസ്ത്രമല്ല എന്ന് വാദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോടതി അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തൊണ്ടി മുതൽ കോടതിയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അത് പരിശോധന നടത്തിയപ്പോൾ വളരെ ചെറുതായിട്ടുള്ള ഒരു അടിവസ്ത്രമാണ്, അത് ഇദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് വരികയും ചെയ്യുന്നു. പ്രതിഭാഗത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് അന്ന് കുറ്റമുക്തനാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഈ തെളിവ് അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട തെളിവായ അടിവസ്ത്രം അത് ഒരു കാരണവശാലും മാറ്റപ്പെട്ട് അത് വലിപ്പം കുറഞ്ഞു പോകുന്നൊരു സാഹചര്യമില്ല എന്നുള്ളതാണ്. പിന്നീടാണ് ഈ കേസിൽ സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകൾ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആൻഡ്രൂ പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. ഓസ്ട്രേലിയയിൽ വെച്ച് ആൻഡ്രൂവിനെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. അവിടെ ജയിലിൽ കിടക്കുന്ന സമയത്താണ് ആൻഡ്രൂ സഹതടവുകാരനോട് ഇത്തരത്തിൽ താൻ കേരളത്തിൽ ഒരു കേസിൽ അറസ്റ്റിലാകുന്ന സമയത്ത് ഇങ്ങനെ ഈ തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയിരുന്നു പറയുന്നത്. ആ സഹതടവുകാരൻ പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ഈ വിവരങ്ങൾ പറയുന്നു. അങ്ങനെയാണ് അന്നത്തെ ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇന്ത്യയിലെ CBI സംഘത്തെ CBI ഓഫീസിലേക്ക് ഈ വിവരം കൈമാറുകയും ചെയ്യുന്നത്. തുടർന്ന് CBI ആണ് കേരള പോലീസിനെ വിവരം അറിയിക്കുന്നതും അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന CI വീണ്ടും കോടതിയെ സമീപിക്കുകയും ഇതിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നുള്ള വിവരത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ഒരു അന്വേഷണം വരുന്നത്. ശാസ്ത്രീയമായ പരിശോധന, ഫോറൻസിക് പരിശോധനയൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അട്ടിമറി ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള സംഭവം തെളിയിക്കുന്നതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ കുറ്റക്കാരൻ നിന്ന് സൂചിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഈ ഫോറൻസിക് കണ്ടെത്തലുകൾ തന്നെയായിരുന്നു. കാരണം ഇതിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു അത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ തൊണ്ടി മുതൽ ഈ കോടതിയിൽ നിന്ന് വഞ്ചൂർ കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് അത് സ്വീകരിച്ചതായും അത് മടക്കി കൊടുക്കുന്നതായും രേഖകളുണ്ടായിരുന്നു. ആ രേഖകളിൽ ഒപ്പിട്ടിരുന്നത് ആന്റണി രാജുവാണ്. പിന്നീട് ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി ഇയാൾ തന്നെയാണ് കൊണ്ടുവന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് ഇയാൾ ഒപ്പിട്ടിരുന്ന ആ രേഖകൾ അത് ഈ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും പിന്നീട് ഈ കയ്യക്ഷരം പരിശോധിക്കുകയും ചെയ്തു. അപ്പോഴുള്ള കയ്യക്ഷരം മാത്രമല്ല, 4 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം നൽകിയിട്ടുള്ള ഒപ്പിട്ടിട്ടുള്ള സൈനൊക്കെ വിളിച്ചു വരുത്തുകയും അത് പരിശോധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെയാണ് മറ്റൊരു നിർണായകമായ കണ്ടെത്തൽ പറയുന്നത് ഈ തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയെന്നുള്ളത്. അന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥനായിട്ടുള്ള വിഷ്ണു പോറ്റിയാണ് ഇതിൽ നിർണായകമായ ചില കണ്ടെത്തലുകൾ നടത്തുന്നത്. അതിങ്ങനെയായിരുന്നു. ഒന്ന്, ഇത് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയെന്ന് സ്ഥിരീകരിക്കുന്നു. അതിൽ മാറ്റം വരുത്തിയത് ആ ഫോറൻസിക് ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തൽ ഇങ്ങനെയായിരുന്നു. അതായത് ഇത് വെട്ടിയിട്ടുണ്ട്. അത് വെട്ടി ഒരു സൈഡാണ് വെട്ടുന്നത്. രണ്ട് വശത്തിൻ്റെ ഓരോ സൈഡ് വെട്ടുന്നു. അത് വെട്ടിയതിന് ശേഷം തിരികെ അടിക്കുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ഇത് അടിക്കുകയും ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഇത് പുതിയതായി സ്റ്റിച്ച് ചെയ്ത സ്ഥലത്ത് പുതിയ നൂല് ഉപയോഗിച്ചാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതും ഈ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തത്. അങ്ങനെ 2 സുപ്രധാനമായ തെളിവുകളാണ് ഇതിൽ നിർണായകമായി മാറുകയും ചെയ്തത്. പക്ഷേ നമ്മളൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കേസ് വന്നിട്ട് അതിലെ കുറ്റപത്രം സമർപ്പിച്ചിട്ട് 18 വർഷം അത് ഒരു വിധി പറയുന്നതിനായി കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യം. കാരണം ഒരു ജുഡീഷ്യറിയിൽ ഒരാൾ സമീപിക്കുമ്പോൾ വളരെ വേഗത്തിൽ നീതി ലഭിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഈ കേസിൽ നീതി ലഭിക്കുന്നത്
18 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് എടുത്തു പറയേണ്ടത്. കാരണം അത്രയും കാലതാമസം ഉണ്ടായി. ഈ കാലഘട്ടത്തിനിടയിൽ ഇതിന്റെ വിചാരണ തടസ്സപ്പെടുത്തുന്നതിന്റെ നടപടിയുണ്ടായി. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഏകദേശം 30 തവണയോളം ഈ കേസിൽ കോടതി വിളിക്കുന്ന സമയത്ത് ഇവർ ഹാജരായില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. ആന്റണി രാജു ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് പറയുന്നത് താൻ ഒരു MLA ആയിരുന്ന ആളാണ്, MLA ആയിരുന്ന ആളെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കോടതിയിലേക്ക് ഇതിന്റെ വിചാരണ മാറ്റണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ പക്ഷേ സുപ്രീം കോടതി അത് അനുവദിച്ചില്ല. കാരണം ഈ കേസ് നടക്കുന്ന സമയത്ത് 1990 ആന്റണി രാജു MLA ആയിരുന്നില്ല. MLA ആ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ടാണ് കോടതി അത് അംഗീകരിക്കാതിരുന്നത്. പിന്നീട് ഈ പ്രോസിക്യൂഷൻ പോലീസ് കോടതിയെ സമീപിക്കുന്നു. 1 വർഷത്തിനകം ഈ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന സുപ്രീം കോടതിയുടെ തന്നെ ഓർഡറിന്റെ പശ്ചാത്തലത്തിലാണ് തുടർ വാദം നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അതിലെ സംഭവം ഉണ്ടായി 34-35 വർഷത്തോളം ഇതിനായി കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അട്ടിമറികൾ പല ഘട്ടങ്ങളിൽ ശ്രമങ്ങളുണ്ടായി. പക്ഷെ അതിനെ അതിജീവിച്ച് നിന്ന അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. പല ഘട്ടങ്ങളിലും ഞാൻ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം 2001 ഒരു കാലഘട്ടം, ഞാൻ എക്സാക്റ്റ് വർഷം ഞാൻ കൃത്യമായി അതിലോട്ട് വരുന്നില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ഒരു തരത്തിലുമുള്ള അന്വേഷണമോ നടപടികളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു MLA എന്ന നിലയിൽ ആയിരുന്നതുകൊണ്ട് എത്രത്തോളം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന്റണി രാജുവിന്റെ പണ്ട് മുതൽ മോഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷാവിധിയാണ് വന്നിരിക്കുന്നത്. 3 വർഷമാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിവിധ വകുപ്പുകളിലായിട്ടാണ് തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. ഇനി മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം വളരെ കാര്യമായിട്ടുള്ള ഇതിലെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്.